എൻ്റെ മോളുടെ കുഞ്ഞു കല്യാണം ഞങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളും അതിമനോഹരമാക്കിയ തന്ന ഗുരുവായൂരപ്പന് നന്ദി പറയാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു, എല്ലാ സംഘടനകളും പറഞ്ഞു. എന്നത്തെ പോലെ തന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ കല്യാണം ഞങ്ങളുടെ ബഹളമായിരുന്നു. ചെരുപ്പ് വയ്ക്കാൻ സമയം, ഫോൺ വയ്ക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾ വേഗം തന്നെ വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് വേഗം ഇറങ്ങിയിട്ടാണ്. അവിടെ നേരെ ഇറങ്ങിപ്പോയത് ഞങ്ങൾ ആനക്കോട്ടയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, മനസ്സൊക്കെ ആകെ ഒരു കുളിർന്ന് വരുന്ന സംഭവമാണ്. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ പേടികളും വരും. കാരണം എന്ന് വെച്ചാൽ അവിടെയുള്ള ആനകളെ കാണുമ്പോൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയി കണ്ടത് തന്നെ ഒരു കുട്ടി ഉറുമ്പനായിരുന്നു. അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് വേറൊരു ആന നല്ല കുളിച്ച് സുന്ദരനായി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അവൾ നിൽക്കുന്നതാണ്. അത് ഫോട്ടോസൊക്കെ എടുത്തു. മെല്ലെ ഞങ്ങൾ ഓരോ ആനകളുടെ വിശേഷം കാണാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയിൽ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകുന്നു. അവിടെ മിക്ക ആനകളും മതപ്പാടിലൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ആന കണ്ടില്ലേ, സൈലൻ്റ് ആയിട്ടൊരു കുട്ടി കുറുമ്പൻ. അവൻ്റെ മുഖത്ത് മൂക്കൊരൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഇതാണ് കേട്ടോ, ഈ ഒറ്റക്കൊമ്പൻ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ ആളുകളുണ്ട്, പക്ഷെ ഒരു കൊമ്പിൻ്റെ കുറവുള്ള അവൻ്റെ കുറുമ്പ് കൊണ്ട് പോയതായിരിക്കും. ചെവിക്ക് കണ്ടില്ലേ ഹോട്ടൊക്കെ ആയിട്ട് നല്ല കുറുമ്പ് കളിക്കുന്ന ചെക്കനാന്നുകൊണ്ട്. എന്നാലും ഇവൻ ഇടയ്ക്കൊക്കെ സൈലൻ്റായി നിൽക്കും. നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടി ഒറ്റ നോട്ടം നോക്കി നിൽക്കും അനങ്ങാണ്ട്. ഞാൻ പറഞ്ഞു അധികം നേരം അവിടെ നിൽക്കണ്ട, നമുക്ക് മെല്ലെ പോവാം. കണ്ട സൈഡിലേക്ക് നിൽക്കണ്ട, കണ്ടാൽ തന്നെ പേടിയാവും. നല്ല ഒക്കെ കാണാനായിട്ട് നല്ല തെച്ചിക്കോട്ടവൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ കേശവൻ്റെ ഒക്കെ ഒരു പ്രതിനിധിയാണ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ. ആ ഒരു കൊമ്പ് പോയത് അവനൊരു കുറവായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കാണുമ്പോൾ. അത്രയും ഭംഗി. കുറേ നേരം അവൻ്റെ ഞാൻ നോക്കിയിരുന്നു, അവൻ എൻ്റെയും നോക്കിയിരുന്നു. അതിനെ നൈസായിട്ട് ഞങ്ങൾ അപ്പുറത്താനെ കാണാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇവൻ്റെ മതപ്പാടിലാണ് ഇവൻ നിൽക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റൈൽ കുറവുണ്ട് കേട്ടോ. കൊമ്പ് കണ്ടില്ലേ കളറിലാണ്ട്. എവിടെ പോയി നോക്കിയാലും അവ സൈലൻ്റ് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിക്ക് കൂർപ്പിച്ച് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിയല്ല ചാറ്റ പറഞ്ഞു കണ്ട ഇതിൻ്റെ ഭംഗി കണ്ട എന്തെങ്കിലും നിൽക്കില്ല. തുമ്പിക്കൊക്കെ നിലത്ത് മുട്ടി ചെവിക്ക് വിടർത്തി വെച്ച് ഒരു പ്രത്യേക പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഇവൻ എന്താ പറയുക, ഒരു ഗുണ്ടുപിടിയാണ്. ഫുഡടി മതപ്പാടിലാണെന്ന് തോന്നുന്നുണ്ട് ഇവരും. പക്ഷേ കുറിക്ക് തൊട്ടുണ്ട്. ഫുൾ ടൈം തീറ്റാണ്. വേറൊക്കെ കണ്ടില്ല, വേറൊക്കെ വീർത്ത് കെട്ടി നിൽക്കുന്നത് അടിപൊളിയാണ്. നല്ല കറുപ്പും അതായത് കുഴപ്പമില്ല. കാണുമ്പോൾ തന്നെ ഒരു കുട്ടിത്തം ഫീൽ ചെയ്യും നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു ഭീകരൻ്റെ മുന്നിലാണ് ഞങ്ങൾ വന്ന് പെട്ടത്. ഒമ്മേ കാണുമ്പോൾ തന്നെ പേടിയും. ഒരു സൈസിലാണ് മസ്തൊക്കെ നല്ല വിരിഞ്ഞിട്ട് കൊമ്പൊക്കെ എന്താ പറയുക അകന്ന് പോയിട്ടുള്ളത്. നല്ല രസമാണ്. പക്ഷേ ഇവനും മതപ്പാടിലാണ്. ഇവൻ നമ്മളെ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുണ്ട് അവനെ നോക്കി കണ്ണൊക്കെ തുറപ്പിച്ചിട്ട്. പക്ഷെ നമ്മൾ ചെറിയ പേടിയുണ്ടെങ്കിൽ തന്നെ കുറച്ച് അടുത്ത് നിന്നിട്ട് ഫോട്ടോ വീഡിയോസ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അത് അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ നോക്കുന്നുണ്ട് എന്തിട്ടാ പരിപാടി ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നുമില്ല. അതുപോലെ തന്നെ അവരെ കറക്റ്റായ പോലെ തന്നെ വേറൊരു ആനയും കണ്ടു. അധികം നേരം എടുത്തില്ല കേട്ടോ വീഡിയോസ്. പിന്നെ വേറൊരു ആന മഴ ചെറുതായിട്ട് പെയ്തുണ്ട്. അത് ഞങ്ങൾ പെട്ടെന്ന് വീഡിയോസ് എടുത്ത് പോകണ്ടാണ്. അപ്പോൾ അതിനൊരു ആനയുടെ മുന്നിൽ കണ്ടപ്പോൾ നല്ല പ്രായമുള്ള ആനയെന്ന് തോന്നിയിട്ടാണ്. കണ്ണൊക്കെ കുഴിയിൽ പോയിട്ട്. പക്ഷേ ഉഷാറുണ്ട് ആൾക്ക്. അപ്പോൾ അവൾ അവിടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് നടന്ന് പിന്നെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടാകും. അവിടെ ഒരു അകലൊരു ആന നിൽക്കണ്ടാവും. ആനനെ സൂമിൽ നോക്കിയപ്പോൾ അവിടെ സെക്യൂരിറ്റി ഞങ്ങൾ പറഞ്ഞു അവിടെ കിടക്കാൻ പോലെ കേട്ടോ, ഭയങ്കര പ്രശ്നമായ ആനയൊക്കെ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈഡിലൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് മെല്ലെ അവിടുത്തെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.